നമ്മുടെ ചർമ്മത്തിൽ പെട്ടെന്നോ ക്രമേണയോ വെളുത്ത പാടുകൾ പ്രത്യക്ഷപ്പെടുന്നത് വെറും ഒരു ബാഹ്യ സൗന്ദര്യ പ്രശ്നമല്ല, മറിച്ച് ശരീരത്തിന്റെ ആന്തരിക കോശങ്ങളിൽ നടക്കുന്ന വലിയൊരു മാറ്റത്തിന്റെ സൂചനയാണ്. ലോകമെമ്പാടുമുള്ള ജനസംഖ്യയിൽ 100-ൽ ഒരാൾക്ക് എന്ന തോതിൽ കണ്ടുവരുന്ന ഒരു സാധാരണ ചർമ്മ അവസ്ഥയാണ് വിറ്റിലിഗോ അഥവാ വെള്ളപ്പാണ്ട്. എന്നാൽ ഇത്രയധികം ആളുകളെ ബാധിക്കുന്ന ഒരു അവസ്ഥയായിട്ട് കൂടി ഇതൊരു പകർച്ചവ്യാധിയാണെന്നോ അല്ലെങ്കിൽ വൃത്തിഹീനമായ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഉണ്ടാകുകയാണെന്നോ ഉള്ള തെറ്റായ ധാരണകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. പൊതുസ്ഥലങ്ങളിൽ നേരിടേണ്ടി വരുന്ന തുറച്ചു നോട്ടങ്ങളും അനാവശ്യമായ ചോദ്യങ്ങളും ഈ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന വ്യക്തികളുടെ മാനസിക ആരോഗ്യത്തെയും സാമൂഹിക ജീവിതത്തെയും ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നു എന്നതാണ് യഥാർത്ഥ വസ്തുത. ശാസ്ത്രീയമായി പരിശോധിച്ചാൽ മനുഷ്യ ചർമ്മത്തിന് എപ്പിഡെർമിസ്, ഡെർമിസ് എന്നിങ്ങനെ രണ്ട് പ്രധാന പാളികളാണുള്ളത്. ഇതിൽ പുറമെ കാണുന്ന എപ്പിഡെർമിസിൽ കാണപ്പെടുന്ന മെലാനോസൈറ്റുകൾ എന്ന പ്രത്യേക കോശങ്ങളാണ് ചർമ്മത്തിനും മുടിക്കും കണ്ണിനുമെല്ലാം നിറം നൽകുന്ന മെലാനിൻ എന്ന പിഗ്മെന്റ് ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനത്തിന് ഉണ്ടാകുന്ന ചില തകരാറുകൾ മൂലം അത് സ്വന്തം ശരീരത്തിലെ മെലാനോസൈറ്റ് കോശങ്ങളെ അപകടകാരികളായി തെറ്റിദ്ധരിക്കുകയും അവയെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ മെലാനോസൈറ്റുകൾ നശിക്കുന്നതോടെ ചർമ്മത്തിലെ പിഗ്മെന്റ് നഷ്ടപ്പെടുകയും ആ ഭാഗങ്ങളിൽ വെളുത്ത പാടുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. കൃത്യമായ കാരണങ്ങൾ ഇപ്പോഴും ഗവേഷണ ഘട്ടത്തിലാണെങ്കിലും ജനിതകപരമായ ഘടകങ്ങൾ, കടുത്ത മാനസിക സമ്മർദ്ദം, കഠിനമായ വെയിലേൽക്കുക, അന്തരീക്ഷത്തിലെ ചില മാരക രാസവസ്തുക്കളുമായുള്ള സമ്പർക്കം എന്നിവ ഇതിലേക്ക് നയിക്കുന്ന പ്രധാന പാരിസ്ഥിതിക ഘടകങ്ങളാണ്. വിറ്റിലിഗോ ബാധിച്ച ചർമ്മഭാഗങ്ങളിൽ വളരുന്ന മുടിയുടെ നിറം നഷ്ടപ്പെടുക, പുതിയ പാടുകൾ ഉണ്ടാകുന്ന സമയത്ത് നേരിയ ചൊറിച്ചിലോ പുകച്ചിലോ അനുഭവപ്പെടുക എന്നിവ ഇതിന്റെ പ്രധാന ലക്ഷണങ്ങളാണ്. മെലാനിന്റെ കുറവ് കാരണം സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ഈ ഭാഗങ്ങളിൽ അമിതമായ സെൻസിറ്റിവിറ്റി അനുഭവപ്പെടാറുണ്ട്. സാധാരണയായി ശരീരത്തിന്റെ ഇരുവശങ്ങളിലും ഒരേപോലെ പടരുന്ന തരത്തിലാണ് ഇത് ഭൂരിഭാഗം ആളുകളിലും കാണപ്പെടുന്നത്. ഇതൊരു ആന്തരിക രോഗപ്രതിരോധ തകരാറായതുകൊണ്ട് തന്നെ വിറ്റിലിഗോ ഉള്ള വ്യക്തികളിൽ തൈറോയ്ഡ് രോഗങ്ങൾ, ടൈപ്പ് 1 പ്രമേഹം തുടങ്ങിയ മറ്റ് ഓട്ടോ ഇമ്മ്യൂണൽ രോഗങ്ങൾ വരാനുള്ള സാധ്യത ചെറിയ തോതിൽ കൂടുതലാണ്. കൂടാതെ ചർമ്മത്തിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള ഈ മാറ്റങ്ങൾ വ്യക്തികളിൽ കടുത്ത അപകർഷതാബോധം, വിഷാദം, ഉത്കണ്ഠ എന്നിവ ഉണ്ടാക്കുകയും അവരെ സാമൂഹിക കൂട്ടായ്മകളിൽ നിന്ന് സ്വയം ഉൾവലിയാൻ പ്രേരിപ്പിക്കുകയും ചെയ്യാറുണ്ട്. ഈ അവസ്ഥയെ കൃത്യമായി പ്രതിരോധിക്കാൻ ദൈനംദിന ജീവിതത്തിൽ ചില കാര്യങ്ങൾ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശരീരത്തിൽ മെലാനിൻ കുറവുള്ള ഭാഗങ്ങളിൽ അമിതമായി സൂര്യപ്രകാശം ഏൽക്കാതെ സംരക്ഷിക്കുകയാണ് ഏറ്റവും പ്രധാനം. കഠിനമായ വെയിലത്ത് പോകുമ്പോൾ ശരീരം പൂർണ്ണമായും മറയ്ക്കുന്ന കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാനും കുട ഉപയോഗിക്കാനും ശ്രദ്ധിക്കണം. ആന്തരിക രോഗപ്രതിരോധ ശേഷി കൃത്യമായി നിലനിർത്താൻ ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. കെമിക്കലുകൾ അടങ്ങിയ വീട്ടുപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഗ്ലൗസുകൾ ഉപയോഗിക്കുന്നത് ചർമ്മത്തെ സംരക്ഷിക്കാൻ സഹായിക്കും. എല്ലാത്തിനും ഉപരിയായി മാനസിക സമ്മർദ്ദം രോഗാവസ്ഥയെ കൂട്ടാൻ സാധ്യതയുള്ളതിനാൽ യോഗ, ധ്യാനം എന്നിവയിലൂടെ മനസ്സിനെ ശാന്തമായി സൂക്ഷിക്കാൻ ശീലിക്കണം. നിലവിൽ രോഗം പടരുന്നത് തടയാനും ചർമ്മത്തിന്റെ സ്വാഭാവിക നിറം ഒരു പരിധി വരെ തിരികെ കൊണ്ടുവരാനുമുള്ള ഫലപ്രദമായ വൈദ്യ ചികിത്സകൾ ലഭ്യമാണ്. ഈ വീഡിയോ പൂർണ്ണമായി കണ്ടതിലൂടെ വിറ്റിലിഗോ എന്ന അവസ്ഥയ്ക്ക് പിന്നിലെ യഥാർത്ഥ ശാസ്ത്രീയ സത്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലുണ്ടായിട്ടും എന്ന് കരുതുന്നു. നമ്മൾ അറിവില്ലായ്മ കൊണ്ട് മറ്റൊരാളുടെയും മനസ്സ് വേദനിപ്പിക്കരുത്. സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റായ ധാരണകൾ മാറ്റുന്നതിനും നിങ്ങളുടെ കുടുംബങ്ങളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കുമായി ഈ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യൂ.